ഹലോ എവ്രിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. ഇന്നത്തെ വീഡിയോ എഗെയിൻ ഒരു ഇൻഫോർമേറ്റീവ് കണ്ടന്റ് ആണ്. ചിലപ്പോൾ നിങ്ങളിപ്പോൾ തംബ്നെയിലിൽ കണ്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഞാൻ കണ്ടന്റിൽ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നതെന്നുള്ളത്. കുറേ ആളുകൾക്ക് അറിയാവുന്ന കാര്യമായിരിക്കാം, എന്നാൽ കുറേ പേർക്ക് അറിയാത്ത, ഇപ്പോഴും ഇങ്ങനൊരു സംഭവം അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം കണ്ടിട്ടില്ലാത്ത ആളുകളും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടായിരിക്കും. അപ്പോൾ എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു പെർട്ടിക്കുലർ കണ്ടന്റ് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. എനിവേസ്, വിതൗട്ട് എനി ഫർദർ ഡിലേ, ലെറ്റ്സ് സ്ട്രെയിറ്റ് അവേ ഗോ ടു അവർ വീഡിയോ. അപ്പോൾ നിങ്ങളെല്ലാവരും തംബ്നെയിലും ടൈറ്റിലും ഒക്കെ കണ്ടതുപോലെ ഞാൻ ഇന്ന് നമ്മുടെ വീഡിയോയിൽ സംസാരിക്കാൻ പോകുന്നത് മലയാളം നമ്പർ സിസ്റ്റത്തിനെ പറ്റിയിട്ടാണ്. നമ്പർ സിസ്റ്റം എന്നാണോ അതിന് പറയുന്നത്, അങ്ങനെ തന്നെയാണോ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. എനിവേസ്, ഞാൻ ആ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്കിനെ പറ്റിയിട്ടാണ് സംസാരിക്കാൻ പോകുന്നത്. മലയാളം ലിപിയിൽ നമ്മുടെ അക്കങ്ങൾ എങ്ങനെയാണ് എഴുതുന്നത് എന്നതിനെ പറ്റിയിട്ടാണ്. ഞാനെന്നല്ല, നമ്മളൊക്കെ ചെറുതിലെ ഹിന്ദി ലാംഗ്വേജ് പഠിക്കുന്ന സമയത്ത് അതിൻ്റെ ടെക്സ്റ്റ് ബുക്സിലൊക്കെ ഞാൻ ഹിന്ദിയിലുള്ള നമ്പേഴ്സ് ഞാൻ കണ്ടിട്ടുണ്ട്. ഹിന്ദി ലിപിയിൽ എങ്ങനെയാണ് നമ്പേഴ്സ് എഴുതിയേക്കുന്നത് എന്നുള്ളത് 1 2 3 4 എന്നൊക്കെ എഴുതിയേക്കുന്നത് കണ്ടിട്ടുണ്ട്. പിന്നെ അത് മലയാളത്തിലുള്ള നമ്പർ സിസ്റ്റം ഒന്നും ഞാൻ അങ്ങനെ കണ്ടിട്ടൊന്നുമില്ല. പക്ഷേ എനിക്ക് ഈ പെർട്ടിക്കുലർ ന്യൂമറിക്കൽ സിസ്റ്റം അല്ലെങ്കിൽ ലിപി പരിചയപ്പെടുത്തി തരുന്നത് എൻ്റെ അമ്മൂമ്മയാണ്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞങ്ങളുടെ ഇവിടെ അമ്പലത്തിൽ പോകുന്ന സമയത്ത് അമ്പലത്തിൽ 1-2 ഭിത്തികളിൽ ഈ മലയാളം നമ്പേഴ്സ് കാർവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് നമ്പേഴ്സ് മാത്രമല്ല, നമ്മൾ യൂസ് ചെയ്യുന്ന ആ ഒരു ലാംഗ്വേജ് ആ ലെറ്റേഴ്സിലൊക്കെ കുറച്ച് വ്യത്യാസങ്ങളൊക്കെ ഉള്ളതുപോലെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. കാരണം നമ്മൾ ഈ വള്ളി പുള്ളിയൊക്കെ ഇടുന്നത് പണ്ടുള്ള ആൾക്കാർ ഇടുന്നതും തമ്മിൽ കുറച്ച് വ്യത്യാസമുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പം അന്ന് ഞങ്ങൾ അമ്പലത്തിൽ പോകുന്ന സമയത്ത്, അന്നല്ല ഇപ്പോഴും അത് അമ്പലത്തിലുണ്ട്, ആ ഭിത്തിയിൽ ഇതേമാതിരി മലയാളത്തിലുള്ള കുറേ ലിപികൾ ഇങ്ങനെ എഴുതി വെച്ചേക്കുന്നത്, അതായത് നല്ല ഹാർഡായിട്ട് കാർവ് ചെയ്ത് വെച്ചേക്കുന്നത്. അങ്ങനെ കാണിച്ചു തരുന്ന കൂട്ടത്തിൽ എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്, ഇതുപോലെ നമ്മൾ മലയാളത്തിൽ നമ്പേഴ്സ് എഴുതുന്നത് ഇങ്ങനെയാണ്, 1 എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്, അതായത് ഫ എന്ന് പറയുന്ന ലെറ്റർ എഴുതുന്ന പോലെയാണ് 1 എന്ന് പറഞ്ഞ നമ്പർ എഴുതുന്നത്. അതുപോലെ 2 എന്ന് എഴുതുന്നത് വ എന്ന് പറയുന്ന ലെറ്റർ എഴുതുന്ന പോലെയാണ്. 0 എന്ന് പറയുന്നത് നമ്മുടെ 0 അത് എഴുതുന്നത് നമ്മുടെ ഇംഗ്ലീഷ് ലെറ്റർ ഓ ഉണ്ടല്ലോ, ഓയുടെ സ്മോൾ ലെറ്റർ ഓ എഴുതുന്ന മാതിരി ആ ഒരു വട്ടം പോലെ തന്നെയാണ് നമ്മൾ എഴുതുന്നത്. 0 തന്നെ അങ്ങനെ നമ്മുടെ മലയാളത്തിൽ നമ്പേഴ്സ് എഴുതുന്നത് ഇങ്ങനെയാണെന്ന് എനിക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ യൂട്യൂബിന് വേണ്ടി എന്തെങ്കിലും ഒരു വീഡിയോ ചെയ്യണം എന്നൊക്കെ വിചാരിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോൾ പെട്ടെന്ന് എനിക്കിത് മനസ്സിൽ വന്നായിരുന്നു, ഈ ഒരു പെർട്ടിക്കുലർ ടോപ്പിക്ക് ഒന്ന് സംസാരിച്ചാൽ നന്നായിരിക്കും. ഞാൻ താഴോട്ട് നോക്കുന്നത് ഫോൺ ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നേ, കാരണം നിങ്ങളെ ഈ നമ്പേഴ്സ് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കാണിച്ചാൽ നിങ്ങൾക്ക് കാണുമോ എന്നെനിക്കറിയത്തില്ല. കുറച്ച് കാണാം അല്ലേ. എനിവേ, ഞാനിതിൻ്റെ സ്ക്രീൻഷോട്ട് ഞാൻ വീഡിയോയിൽ കാണിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും പിക്ചേഴ്സ് ഞാൻ കാണിക്കാം. അങ്ങനെ നമ്മുടെ മലയാളത്തിന് നമ്മുടെ നമ്പേഴ്സ് എഴുതുന്നതിനൊരു രീതിയുണ്ട്. അതേപോലെ ഇപ്പം 11 നമ്മൾ എഴുതത്തില്ലേ, 11 നമ്മൾ നോർമലി എഴുതുന്നത് എങ്ങനെയാണ്, 1 1 അങ്ങനെയല്ലേ. അപ്പം നമ്മൾ നോർമലി വിചാരിക്കും, ഓക്കെ 1 എന്ന് എഴുതുന്നത് നമ്മളിപ്പോൾ ഞാൻ നേരെ കാണിച്ച പോലെ ഫ എന്ന് എഴുതുന്ന പോലെയാണ്. അപ്പോൾ 2 ഫ എഴുതി വെച്ച് ഫ പോലത്തെ ആ ഒരു സിമ്പിൾ എഴുതിയാൽ 11 എന്നാവും എന്നാണ് നമ്മൾ വിചാരിക്കുക നോർമലി. പക്ഷേ 11 എഴുതേണ്ടത് അങ്ങനല്ല. 11-ന് സെപ്പറേറ്റ് ഒരു ലിപിയുണ്ട്, അത് ഇങ്ങനെയാണ് വരുന്നത്. 11 എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. ഈ പറയുന്ന 11, അതുപോലെ തന്നെ 10 ലക്ഷമാണെന്ന് തോന്നുന്നു. അതെ, 10 ലക്ഷം, 11ഉം 10 ലക്ഷവും എഴുതുന്നതിന് ഒരു വ്യത്യസ്തതയുണ്ട്. അപ്പോൾ ഈ രണ്ട് നമ്പേഴ്സ് എഴുതുന്നത് നമ്മൾ തമിഴ് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തതാണെന്നാണ് പറയുന്നത്. ബേസിക്കലി മലയാളത്തിൻ്റെ അമ്മയാണ് തമിഴ്. നമുക്കൊക്കെ അറിയാം തമിഴ് ഭാഷ എന്നുള്ളത് നമ്മൾ പൊതുവെ കേട്ടിട്ടുള്ള കാര്യമാണ്. അപ്പം ഒബ്വിയസ്ലി അതിൽ നിന്നൊക്കെ എല്ലാ ലാംഗ്വേജും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഒരു കണക്ഷൻ ഉണ്ടായിരിക്കാം. പിന്നീട് ഈ നമ്പേഴ്സ് ഇപ്പം 1 മുതൽ 10 വരെ, പിന്നെ 1000 10,000 ഒക്കെ, ഇതിനൊക്കെ സെപ്പറേറ്റ് നമ്പേഴ്സ് ഉണ്ട്. ഞാനിതൊക്കെ ഇവിടെ കാണിക്കാം. ഈ നമ്പേഴ്സ് കൂടാതെ മലയാളം ലിപിയിൽ എഴുതുന്ന 4 കാര്യങ്ങളും കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒന്നാമത്തേത്, കാല് എഴുതത്തില്ലേ, 1/4 എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. അതായത് ഈ ഒരു പെർട്ടിക്കുലർ ലിപി ഈക്വൽസ് ടു സിഗ്മ. നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്സിലൊക്കെ യൂസ് ചെയ്യുന്ന ഒരു സിമ്പിളിൻ്റെ അതിനോട് സിമിലർ ആയിട്ടുള്ള ഒരു ലിപിയാണിത്. ദെൻ നെക്സ്റ്റ് എന്ന് വെച്ചാൽ അര ആണ്, ഹാഫ് എഴുതുന്നത് ഇങ്ങനെയാണ്. അതുപോലെ തന്നെ 3/4 ഉണ്ട്, അതുപോലെ തന്നെ 1/8 ഉണ്ട്. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ മലയാളത്തിൽ ഈ പർട്ടിക്കുലർ കാര്യങ്ങൾ നമ്മൾ എഴുതുന്നത്.
അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യാം എന്ന് വിചാരിച്ചത്. അത് എത്ര പേർക്ക് അറിയാം എന്നെനിക്കറിയത്തില്ല. എനിക്ക് എന്തായാലും ഇതൊരു പുതിയ നോളജായിരുന്നു. പുതിയ മീൻസ് അമ്മൂമ്മ പറഞ്ഞു തരുന്നിടം വരെയും ഇതെനിക്കൊരു പുതിയ നോളജായിരുന്നു. അതിന് മുന്നേ എനിക്ക് അറിയത്തില്ലായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം നമ്മൾ പഠിച്ചിട്ടില്ലായിരുന്നു, എങ്ങനെയാണ് ഇത് എഴുതുന്നതെന്നൊന്നും എനിക്കറിയത്തില്ലായിരുന്നു. അപ്പോൾ എനിവേസ് ഒരു പുതിയ പീസ് ഓഫ് ഇൻഫർമേഷൻ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.